ഞങ്ങൾ വിശദമായിട്ടുള്ള ചർച്ചകൾ 2-3 ദിവസം നടന്നു. സ്ക്രീനിങ് കമ്മിറ്റി ഇന്നലെ CEC രാഹുൽജിയുടെയും ഖാർഗെജിയുടെയും നേതൃത്വത്തിൽ സന്നിധാനത്തോടുകൂടി ചർച്ച ചെയ്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചിട്ടുണ്ട്. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് കഴിഞ്ഞ ദിവസത്തെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അതേപോലെ തന്നെ ഇന്ന് തന്നെ ബാക്കിയുള്ള പേരുകൾ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആരംഭം മുതൽ പറഞ്ഞു, ഹൈക്കമാൻഡാണ് തീരുമാനിച്ച പ്രഖ്യാപനം. ഒരു പേര് പ്രഖ്യാപിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹൈക്കമാൻഡാണ് എന്റെ പേരുൾപ്പെടെ പ്രസിദ്ധീകരിച്ചത്. ഒരു പേര് പറയാൻ ഞാനിപ്പോൾ പേരും പറയാൻ എനിക്ക് ചുമതലയില്ല, അധികാരമില്ല. ഹൈക്കമാൻഡ് ഔദ്യോഗികമായിട്ട് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അത് സമർപ്പിച്ച് അറിയിക്കും. ഞാൻ ഇന്നലെ രാത്രി 3:30 മണിക്ക് ഫ്ലൈറ്റിൽ കയറിയതാണ്. ബാംഗ്ലൂർ വഴി ഇന്ന് മട്ടന്നൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് എന്താണ് ബാക്കി കാര്യങ്ങൾ പറയാൻ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളിൽ നിന്നും കൂടെ മനസ്സിലാക്കുന്നു. രാവിലെ ആളുകളെ കാണട്ടെ, സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ഒരു പ്രതിസന്ധിയുമില്ല. സാധാരണ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിനേക്കാൾ അനായാസേന ഒരു പട്ടികയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. സാധാരണ ഡൽഹിയിലെ ഒരുപാട് നേതാക്കന്മാര് കേരള ഹൗസിൽ മുറിയിട്ടാണ് ഡൽഹിയിലെ ഹോട്ടലുകളിൽ തമ്പടിക്കാറുണ്ട്. ഇതാരും തന്നെ വന്നിട്ടില്ല. ഇന്ന് ഞാനും സുധീർ ജെയിംസും മാത്രമാണ് മറ്റൊരു വന്നിറങ്ങിയത്. VD സതീശൻ ഒറ്റയ്ക്കാണ് ഇന്നലെ ഇന്ന് രാവിലെ കൊച്ചിയിൽ വിമാനം ഇറങ്ങുന്നത്. ഞങ്ങൾ അവിടെയുള്ള നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് ഹൈക്കമാൻഡ്. ചോദ്യം മാത്രമേ എംപിമാർ മത്സരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പ്രഖ്യാപനം എപ്പോഴേക്കുണ്ടാവും?